കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മൾ എമ എന്ന ബ്രാൻഡിന്റെ ഹൈബ്രിഡ് വേവ് 2 എന്ന ഈ രണ്ട് മോഡലിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് വീഡിയോയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് പ്രത്യേകതയുള്ള മാട്രസ് ആണ്. ഈ രണ്ട് മാട്രസിന്റെയും വീഡിയോ കണ്ടവർ ഇതിന്റെ രണ്ടിന്റെയും കമ്പാരിസൺ വീഡിയോ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതാണ് ഈ വീഡിയോ. എമ ഹൈബ്രിഡ് ആൻഡ് വേവ് 2 മാട്രസ് തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങളാണുള്ളതെന്നുള്ളതും ഏതാണ് ഇതിൽ ബെറ്റർ ആയിട്ട് വരുന്നത് എന്നുള്ളതും ഏതൊക്കെ രീതിയിൽ ഉറങ്ങുന്നവർക്കാണ് ഈ രണ്ട് മാട്രസും പറ്റുക എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട്. പിന്നെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം 15 വർഷം വാറണ്ടി തരുന്നുണ്ട്, 100 നൈറ്റ്സ് ഫ്രീ ട്രയലും പറയുന്നുണ്ട്. എമ ഹൈബ്രിഡും വേവ് 2 ഈ രണ്ട് മോഡലും തമ്മിലുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇത് രണ്ടും ഏകദേശം എല്ലാ സൈസിലും അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട സൈസ് ഇതുപോലെ സൈറ്റിൽ സെലക്ട് ചെയ്ത് കൊടുത്ത് വാങ്ങിക്കാം. എമ ഹൈബ്രിഡ് എല്ലാ തരത്തിലുള്ള സ്ലീപ്പിംഗ് പ്രോബ്ലം ഒഴിവാക്കാൻ നല്ലതാണ്, എക്സ്പെഷ്യലി ലൈറ്റ് സ്ലീപ്പേഴ്സിന്. എന്നാൽ വേവ് 2 കുറച്ചുകൂടെ ലക്ഷറി മാട്രസ് ആണ്, അതുകൊണ്ട് തന്നെ പ്രീമിയം സ്ലീപ്പ് ഇതിലൂടെ ലഭിക്കും. ഈ രണ്ട് മോഡലും വിലയിലും അത്യാവശ്യം മാറ്റമുണ്ട്. വേവ് 2 ഹൈബ്രിഡിനേക്കാൾ കുറച്ചുകൂടെ വില കൂടുതലാണ്, അതിനുള്ള മാറ്റം ഉണ്ട് എന്നുള്ളത് കരുതിയാൽ മതി. പിന്നെ ഹൈബ്രിഡിൽ 6 ലെയേഴ്സ് ആണുള്ളത്, എന്നാൽ വേവ് 2 7 ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ടതാണ് വേവ് 2 മുകളിൽ കവർ ആയിട്ട് ടെക്സ്ചറൈസ്ഡ് വേവ്സ് ഡിസൈനിൽ കൊടുത്തിട്ടുള്ള ഹൈ ക്വാളിറ്റി ഇന്റർനെറ്റ് ഫാബ്രിക്. ഇത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മസിൽ ടെൻഷൻ കുറക്കും, ഒരു ചെറിയ മസാജ് ഫീലും കിട്ടും. എന്നാൽ ഹൈബ്രിഡിൽ അൾട്രാ ഡ്രൈ കവർ ആണുള്ളത്. ഇത് ടെമ്പറേച്ചർ റെഗുലേറ്റിംഗ് ആൻഡ് ആന്റി അലർജിക് ഫാബ്രിക് ആണ്. ഇത് ബോഡി ഓവർ ഹീറ്റ് ആകാതെ ഉറങ്ങുന്ന സമയത്ത് ഒരു കൂള് ഫീല് കിട്ടും, മാത്രമല്ല ഹെൽത്തിനും നല്ലതാണ്. അപ്പൊ കവറുകൾ തമ്മിലുള്ള മാറ്റം ഇതാണ്. ഹൈബ്രിഡിൽ 3rd ലെയർ ആയിട്ട് ഹലോ മെമ്മറി ഫോം ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് അഡാപ്റ്റ് ആയി പ്രഷർ റിലീഫ് പ്രൊവൈഡ് ചെയ്യും. എന്നാൽ ഇതിന് പകരമായിട്ട് വേവ് 2 ഇവോ പ്ലസ് നാനോ സ്പ്രിംഗ് സിസ്റ്റം ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും ബോഡിക്ക് ആവശ്യമായ റെസിസ്റ്റൻസ് സപ്പോർട്ട് കിട്ടും, മാത്രമല്ല ഓട്ടോ അഡ്ജസ്റ്റ് ആവുകയും ചെയ്യും. ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ ഉണ്ടാകുന്ന ബോഡി പെയിന് മാക്സിമം കുറയും, നല്ല ഉറക്കവും കിട്ടും. രണ്ടിനുള്ളത് ഏകദേശം ഒരുപോലെ ഉപയോഗം കിട്ടുന്നതാണ്, ബട്ട് ഡിഫറെന്റ് ലെയേഴ്സ് ആണ്. വേവ് 2 പാറ്റന്റഡ് ഡയമണ്ട് ഡിഗ്രി ലെയർ കൊടുത്തിട്ടുണ്ട്. ഇത് ടെമ്പറേച്ചർ കുറച്ച് നിർത്തി കുറച്ചുകൂടി ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ സഹായിക്കും. ഈ പറഞ്ഞത് ഹൈബ്രിഡിന് ഇല്ല. ഈ രണ്ട് മോഡലിനും ഒരുപോലെയുള്ള ലെയേഴ്സ് ആണ് ഇനി പറയുന്നത്. ഇതിൽ രണ്ടിലുള്ള മറ്റൊരു ലെയർ ആണ് എർഗോസെൽ ഫോം. ഇതുള്ളത് കൊണ്ട് തന്നെ നല്ല എയർ സർക്കുലേഷൻ കിട്ടുമെന്ന് മാത്രമല്ല മോഷൻ ട്രാൻസ്ഫറും കുറയും. അതായത് മാട്രസിന്റെ ഒരു സൈഡിൽ വരുന്ന ഇളക്കൊന്നും മറ്റു സൈഡിലേക്ക് എഫക്ട് ചെയ്യില്ല. അടുത്തതാണ് എയറോഫ്ലെക്സ് പ്രോ സ്പ്രിംഗ് സിസ്റ്റം. ഏകദേശം 575 കാർബൺ ട്രീറ്റഡ് എയറോഫ്ലെക്സ് സ്പ്രിങ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതുള്ളത് കൊണ്ട് തന്നെ ലാസ്റ്റിംഗ് ടെൻഷൻ, ബൗൺസ്, ഈ മാട്രസിന്റെ ഷേപ്പ് കൂടുതൽ കാലം നിലനിർത്തും. ഇങ്ങനെയുള്ള എല്ലാം ഇതുകൊണ്ട് കിട്ടും. അടുത്തതാണ് HRX സപ്പോർട്ട് ലെയർ. ഇത് മാട്രസിന്റെ എഡ്ജിനുള്ള സപ്പോർട്ടാണ്. ഇതുള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് ഒക്കെ വരുന്ന സമയത്ത് സൈഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കില്ല, മാത്രമല്ല ഡ്യൂറബിലിറ്റിയും കിട്ടും. ലാസ്റ്റ് ലെയർ ആന്റി സ്കിഡ് ബേസ് ആണ്. ഇത് മാട്രസ് സ്ലിപ്പ് ആവാതിരിക്കാനും തെന്നി മാറി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം രണ്ടിനും ഒരുപോലെയാണ്, പക്ഷെ വേവ് 2 കുറച്ചുകൂടെ പ്രീമിയം ആയിരിക്കും എന്ന് മാത്രം. ഇനി മറ്റുള്ള കാര്യങ്ങളും ഏകദേശം ഒക്കെ സെയിം ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഫോംനെസ് ആൻഡ് ഹാർഡ്നെസ് നോക്കുകയാണെങ്കിൽ രണ്ടിനും മെമ്മറി ഫോമും അതിന്റെ താഴെ സ്പ്രിംഗ് ലെയറും ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും അല്ല നല്ല ഹാർഡും അല്ല, ഒരു പ്രത്യേക സുഖമുള്ള രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആയതുകൊണ്ട് സാധാരണ സ്പ്രിംഗ് മാട്രസ് പോലെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ സ്പ്രിംഗ് മാട്രസേ അല്ല. രണ്ട് മാട്രസിന്റെയും റെസ്പോൺസിവ്നെസ് ആൻഡ് ബൗൺസിനെസ് എല്ലാം കൊള്ളാം, യാതൊരു ഇഷ്യൂവും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മോഷൻ ട്രാൻസ്ഫർ രണ്ട് മോഡലിലും നമ്മൾ ഒരു സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇളക്കൊക്കെ വന്നു കഴിഞ്ഞാലും മറ്റേ ഭാഗത്തിന് യാതൊരു തരത്തിലും എഫക്ട് ചെയ്യുന്നില്ല. ഇത് നല്ല ഉപകാരമാണ്. സാധാരണ സ്പ്രിംഗ് മാട്രസിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, ഒരവസ്ഥയാണ്. ഈ പറഞ്ഞ രണ്ട് മോഡലും ഞാൻ ഉപയോഗിച്ചാണ്. എന്റെ ഉപയോഗത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിന് എന്തെങ്കിലുമൊക്കെ കേട് വന്നാലേ സർവീസിന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിലവിൽ ഇതുവരെ ഓക്കെയാണ്. ഇവരുടെ മാട്രസ് ഓൾറെഡി വാങ്ങിച്ചവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പൊ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത കാലത്താണ് ഇവർ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൻ്റെതായുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ ഇവിടെയൊക്കെ ഷോറൂമും സർവീസൊക്കെ അവൈലബിൾ ആയിട്ട് വരും. ഇനി എമയുടെ ഏത് കാറ്റഗറി മാട്രസ് എടുത്താലും ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള ബോക്സിൽ എയർ ടൈറ്റ് ചെയ്തിട്ടാണ് വരിക. ബോക്സിനുള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല, മാട്രസ് ഉണ്ടാവും, പിന്നെ കവറൊക്കെ സേഫ് ആയിട്ട് കട്ട് ചെയ്യാനുള്ള ഒരു കട്ടർ ഉണ്ടാവും, പിന്നെ ഒരു യൂസർ മാനുവലും ഉണ്ടാവും. ഇതിലുള്ള കട്ടർ ഉപയോഗിച്ച് കവറെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ സാധാരണ നമ്മുടെ ഒരു മാട്രസിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് അങ്ങോട്ട് വരും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും ഏകദേശം മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. മാറ്റത്തിനനുസരിച്ച് പ്രൈസിലും മാറ്റമുണ്ട്. ഈ എമ എന്ന ബ്രാൻഡിന്റെ ബ്ലാക്ക്, ഒറിജിനൽ, ഹൈബ്രിഡ്, വേവ് 2 ഇങ്ങനെയുള്ള മോഡലുകളൊക്കെ അവൈലബിൾ ആണ്.
വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള മോഡലിന്റെയും കൂടെ വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഇതിനെല്ലാം ഫ്രീ ഷിപ്പിംഗും നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒന്നും വിഷയമില്ല, നല്ല പ്രീമിയം ക്വാളിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വേവ് 2 എന്ന മോഡൽ എടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ മോഡലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഹൈബ്രിഡ് എന്ന മോഡൽ. നിങ്ങളുടെ ആവശ്യം ഏതാണെന്നുള്ളത് നോക്കുക, അതിനനുസരിച്ചുള്ള മോഡൽ വാങ്ങാൻ ശ്രമിക്കുക. അപ്പൊ ഇവരുടെ മാട്രസ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാത്രമല്ല അഡീഷണൽ ആയിട്ട് ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു കൂപ്പൺ കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൂപ്പൺ കോഡും കൂടെ ഉപയോഗിച്ച് വാങ്ങിക്കുക. കാരണം അത്യാവശ്യം മോശമില്ലാത്തൊരു എമൗണ്ട് ഡിസ്കൗണ്ട് കിട്ടും. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പിന്നെ പറയാൻ പറ്റുപോയി, ഈ ഓണത്തിനും നല്ല ഓഫേഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫേഴ്സോട് കൂടി കുറഞ്ഞ എമൗണ്ടിന് വാങ്ങിക്കാൻ പറ്റിയ ടൈമാണ്.